അർജുനെ കാണാതായി ഒരു മാസം പിന്നിടുമ്പോൾ ഷിരൂരിൽ ഇന്നും അർജുനെ കണ്ടെത്താനുള്ള തെരച്ചിൽ ഊർജിതമായി തന്നെ നടന്നു. ലോറിയിൽ നിന്നും ഒരു വാഹന ഭാഗം കണ്ടെത്തിയിരുന്നു. പിന്നീട് അത് അർജുന്റെ ലോറിയുടേതല്ല എന്നുള്ള സ്ഥിരീകരണം വരികയും ചെയ്തു. അർജുന്റെ ലോറിയിൽ തടി കെട്ടാനായി ഉപയോഗിച്ചിരുന്ന കയറിന്റെ കൂടുതൽ ഭാഗങ്ങളും ഇന്നത്തെ തെരച്ചിലിൽ കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും ഷിരൂരിലെ തെരച്ചിലുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമായി എം സന്തോഷ്. ഷിരൂർ മണ്ണിടിച്ചിലിൽ കാണാതായവർക്ക് വേണ്ടി ഗംഗാവാലി പുഴയിൽ നടക്കുന്ന തിരച്ചിലിൽ 3 ലോഹഭാഗങ്ങൾ, വാഹനങ്ങളുടെ ലോഹഭാഗങ്ങൾ കൂടി കണ്ടെത്തി. എന്നാൽ ഈ ലോഹഭാഗങ്ങളൊന്നും തന്നെ അർജുൻ ഓടിച്ച ട്രക്കിൻ്റേതല്ല എന്നുള്ളതാണ് സ്ഥിരീകരിച്ചത്. രാവിലെ മുതൽക്ക് തന്നെ ഈശ്വർ മാൽപ്പയുടെ സംഘവും അതോടൊപ്പം തന്നെ നേവിയുടെ സംഘവും NDRF SDRF സംഘവുമാണ് ഗംഗാവാലി പുഴയിൽ പരിശോധന നടത്തിയത്. ഉച്ചയ്ക്ക് ശേഷം കനത്ത മഴ തുടങ്ങിയതോടുകൂടി നേവി സംഘം തിരച്ചിൽ അവസാനിപ്പിച്ച് മടങ്ങി. അതേസമയം തന്നെ ഈശ്വർ മാൽപ്പയുടെ സംഘം വീണ്ടും ഗംഗാവാലി നദിയിൽ തന്നെ തുടരുകയും ഈ നദിയിൽ കടപുഴകി വീണിട്ടുള്ള നിരവധി മരങ്ങളും അതിൻ്റെ ഭാഗങ്ങളുമെല്ലാം തന്നെ ഉണ്ട്. അത് കരക്കടുപ്പിക്കുന്നതിനായിട്ടാണ് ശ്രമം നടത്തിയത്. അതിന് ഇരുമ്പ് കയറുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ മരങ്ങളിൽ ബന്ധിപ്പിച്ച് കരയിൽ നിന്നും ക്രെയിൻ ഉപയോഗിച്ച് വലിച്ചു കയറ്റുകയായിരുന്നു. അത്തരത്തിൽ നിരവധി മരങ്ങളുടെ അവശിഷ്ടങ്ങൾ കരയിലേക്ക് വലിച്ചു കയറ്റി. അതോടൊപ്പം തന്നെയാണ് ഈ ഒരു ലോഹഭാഗങ്ങൾ, 3 ലോഹഭാഗങ്ങളാണ് കിട്ടിയത്. വളരെ 4 മീറ്ററിലധികം നീളമുള്ള ലോഹഭാഗങ്ങൾ വരെ അതിനകത്ത് ഉണ്ടായിരുന്നു. അതും ഈ ഒരു ക്രെയിൻ ഉപയോഗിച്ച് കരയിലേക്ക് വലിച്ചു കയറ്റുകയും പിന്നീട് അത് സ്ഥിരീകരിക്കുന്നതിനായി ലോറി ഉടമ മനാഫിനോട് ഈ കാര്യം നൽകുകയും ചെയ്തു, കാണിച്ചു കൊടുക്കുകയും ചെയ്തു. മനാഫ് ഇത് പരിശോധിച്ചതിന് ശേഷം ഇത് ട്രക്കിൻ്റെ ഭാഗങ്ങളല്ല, നിരവധി ലോഹഭാഗങ്ങൾ ലഭിക്കുന്നുണ്ട്, പക്ഷേ ഇതൊന്നും അർജുൻ ഓടിച്ച ട്രക്കിൻ്റേതല്ല എന്നുള്ളതാണ് ഈ മനാഫ് സ്ഥിരീകരിച്ചത്. അതോടൊപ്പം തന്നെ ഇന്ന് ലഭിച്ച ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഒരു നീളമുള്ള കയർ, നേരത്തെ അർജുൻ ഓടിച്ചിരുന്ന ലോറിയിൽ മരത്തടികൾ ബന്ധിപ്പിക്കാൻ ഉപയോഗിച്ച കയറിൻ്റെ ഒരു ഭാഗം കിട്ടിയിരുന്നു. അതിൻ്റെ ബാക്കിയുള്ള ഭാഗം കൂടി, അല്പം നീളമുള്ള ഭാഗം കൂടി ഇന്ന് ലഭിച്ചു. അത് പ്രത്യേകമായി ലഭിച്ചതല്ല, അത് ഈ മരത്തടികൾ വലിച്ചു കയറ്റുന്ന സമയത്ത് അതിനോടൊപ്പം കരയിലേക്ക് വന്നതാണ്. ആ കയർ അർജുൻ ഓടിച്ച ലോറിയുടേത് തന്നെയാണ് എന്നുള്ള കാര്യം മനാഫ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്നിപ്പോൾ വലിയൊരു കയറ് വലിച്ചു കയറ്റി ഈശ്വർ മാൽപ്പെ, ആ കയറ് നമ്മളതാണ്. ബാക്കിയുള്ള ഇപ്പം കയറിക്കൊണ്ടിരിക്കണ ഇന്നിപ്പോൾ ഒരു 10-15 ടൈപ്പ് പാർട്സുകൾ വന്ന് ഒന്നും നമ്മളതല്ല. ഒന്നും ഒരു ഐഡിയ ഇല്ല, എത്ര വാഹനം അതിൻ്റെ ഉള്ളിലുണ്ടെന്ന് പോലും ഐഡിയ ഇല്ല. പക്ഷേ ഈ സാധനങ്ങളൊക്കെ എങ്ങോട്ടോ ഇവർ കൊണ്ടുപോകുന്നുണ്ട്, ഇവരതിനെ അലക്ഷ്യമായിട്ടാണ് ഇടുന്നത്. എനിക്ക് ഇവിടുത്തെ ആളുകളോട് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എവിടെയെങ്കിലും കൊണ്ടുപോയി സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടെങ്കിൽ അത് ഉപകാരപ്പെടും. ഗംഗാവാലി നദിയിലെ അടിത്തട്ടിലുള്ള ചെളിയും ദൗത്യത്തിന് പ്രധാനപ്പെട്ട തടസ്സം എന്നുള്ളതാണ് ഈശ്വർ മാൽപ്പെ ചൂണ്ടിക്കാട്ടുന്ന കാര്യം. അതോടൊപ്പം തന്നെ ഇന്ന് നടത്തിയിട്ടുള്ള തിരച്ചിലിൽ കലങ്ങിയ വെള്ളമായതിനാൽ അത് വിസിബിലിറ്റിയുടെ പ്രശ്നവും ഉണ്ടായിരുന്നു. ഇനി ഈ തിരച്ചിൽ കൂടുതൽ ആഴങ്ങളിലേക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഈ ചളിയും കല്ലുകളും മാറ്റേണ്ടതുണ്ട്. ഈ പരമാവധി ഇപ്പോഴുള്ള സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് മാറ്റാൻ കഴിയുന്നത് ഇവിടെയുള്ള മരങ്ങളുടെ കഷ്ണങ്ങളുമാണ്. അത്തരത്തിലുള്ള ഈ കടപുഴകി വീണ മരങ്ങളുടെ ഭാഗങ്ങൾ മാറ്റുന്ന പ്രവൃത്തി നാളെയും തുടരുമെന്ന് മാൽപ്പെ പറഞ്ഞു. അതേസമയം തന്നെ ഡ്രഡ്ജർ എത്തി മണ്ണ് മാറ്റിയാൽ മാത്രമേ കൂടുതൽ പുരോഗതി ഉണ്ടാകൂ എന്നുള്ളതാണ് ഈശ്വർ മാൽപ്പെ വ്യക്തമാക്കിയത്. അർജുൻ്റെ വണ്ടിൻ്റെ റോപ്പ് കിട്ടി, കയർ കിട്ടി. ആ കയർ ആ മുതലേക്ക് കേട്ട സമയത്തിൽ അവർ ചൊല്ലി ഇത് നമ്മളത്തെ റോപ്പ് സുമാർ 50 മീറ്റർ ആവും. ഒരുപാട് കയർ കിട്ടി. നമുക്കിപ്പോൾ ഒരു പോയിൻ്റായി ഏത് സ്ഥലം. അപ്പം നമ്മൾ നാളെ കാലിൽ വെള്ളം കുറച്ച് തെളിയ അതേ സ്ഥലത്തിൽ പോയിട്ട് മണ്ണെടുക്കാൻ ഞങ്ങൾ സാമാനം കൊണ്ടുപോയി നമ്മ MLA സാർക്ക് ചൊല്ലിട്ട് പിന്നെ ഞങ്ങൾ പരിപാടി ആക്കും. മറ്റൊരു കാര്യം, ഈ ഡ്രഡ്ജർ തിങ്കളാഴ്ച എത്തും എന്നുള്ളതായിരുന്നു ജില്ലാ ഭരണകൂടവും MLAയും അറിയിച്ചിരുന്നത്. പക്ഷേ ഡ്രഡ്ജർ തിങ്കളാഴ്ച എത്താൻ സാധ്യതയില്ല. 22-ാം തീയതി മാത്രമേ ഡ്രഡ്ജർ എത്തിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ സ്വകാര്യ കമ്പനി, ഇത് എത്തിക്കേണ്ടുന്ന കമ്പനി അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല അതിനു മുൻപായി ഗംഗാവാലി നദിയിൽ പരിശോധന ഉൾപ്പെടെ നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കൃത്യമായിട്ടുള്ള ദിവസം എപ്പോഴെത്തും എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. മണ്ണിടിച്ചിലിൽ കാണാതായവരെ കണ്ടെത്തുന്നതിനുള്ള ദൗത്യം ഇനിയും നീളും എന്നുള്ള കാര്യം ഉറപ്പാണ്. എം സന്തോഷ് വിവരങ്ങൾ നൽകിയത്.